അപ്പം വെൽക്കം ടു അവർ ചാനൽ. രാവിലെ തന്നെ നമ്മളിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം അകത്ത് ഹലോ ഗൈസ്, ഹലോ ഗൈസ്, അവിടെ അകത്ത് മീനൂട്ടി ഹലോ ഗൈസ് പറയുന്നുണ്ട്. പറയൂ, പറ ഹലോ ഗൈസ്, പറ. ഞങ്ങൾ സ്കൂളിൽ പോവാൻ കുളിച്ച് റെഡിയായി നിൽക്കുക ഇല്ലേ മീനൂട്ടി? സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അമ്മയുണ്ട് അവിടെ ഉണ്ടല്ലോ അല്ല, ബാഗിൽ നോക്ക്. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്, സ്കൂളിൽ പോവാന്ന് പറ. ഇന്നോട്ട് വെക്കേഷൻ ആയി 10 days ഇല്ലേ? ഇന്നോട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോണ്ട. അവധിയാണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ അവരുടെ ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ. ഇന്നിനി എന്തോന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് കിട്ടിയില്ല, സർപ്രൈസ്. കുഞ്ഞിന് കേക്ക്, ജിലേബി, അങ്ങനെയൊക്കെ സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ ഇന്നലെ ഗിഫ്റ്റ് കിട്ടി. ഹലോ ഗൈസ്, ഉവാവൊക്കെ മാറിയെന്ന് പറ. ഉവാവ് മാറിയെന്ന് പറ. ആള് ഫോൺ കാണുമ്പോ ഓടും, അല്ലാത്തപ്പോ എന്നിങ്ങനെ സംസാരിക്കും. അപ്പം കുഞ്ഞായി രാവിലെ സ്കൂളിൽ പോകാനായിട്ട് എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താ രാവിലെ അങ്ങനെ ഓരോ പരിപാടികൾ എല്ലാരും തിരക്കിലാണ്. അല്ലെ പയ്യെ പറയണ കേക്കത്തില്ലൊന്നും. അപ്പൊ എല്ലാരും തിരക്കിലാണ്. അവനെ സ്കൂളിൽ വിടുന്ന പരിപാടിയിൽ, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ വിനുവേട്ടന് ഓഫീസിൽ പോകാനായിട്ടുള്ള പരിപാടിയിൽ, അച്ചാച്ചൻ അവനെ കൊണ്ടുവിടാനായിട്ടുള്ള പരിപാടിയിൽ. പരിപാടിയൊന്നും ഇല്ലാത്തത് എനിക്കും മീനുട്ടിക്കും ഉള്ളു അല്ലേ മീനുട്ടി? സ്കൂളിൽ പോയിട്ട് വരാന്ന് പറ. ഉറക്കെ പറ, ഒന്നുകൂടെ ഉറക്കെ പറ. അപ്പൊ ദേ കുഞ്ഞായി ഇതേ പോവാൻ റെഡിയായി. ഇന്നൂടെ ഉള്ളു ഞങ്ങൾക്ക് ഇനി 10 ദിവസത്തേക്ക് അവധിയല്ലേ കുഞ്ഞായി? അത് ഇവിടെ വർമാതിക്ക് ഇവിടെ ഭൂമി ഉലുക്കം ഉണ്ടാക്കും ഞങ്ങളിവിടെ. ടാറ്റാ. സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക്. വേണ്ട, കുഴപ്പമില്ല, പോട്ടെ, കുഴപ്പമില്ല. ഞാൻ സർപ്രൈസ്. ടാറ്റാ. അങ്ങനെ പോയി. മീനുട്ടി ചേട്ടൻ പോയ സങ്കടത്തിതേ പോട്ടെ, ഇപ്പൊ വരും കേട്ടോ. അയ്യോ, ഇങ്ങി പൊട്ടി, പോട്ടെ, ഇപ്പൊ എടുക്കും. അച്ഛ കൊണ്ടുപോകും മോനെ. ഇപ്പൊ വാ, അച്ഛ പോകുമ്പോ ഇപ്പൊ കൊണ്ടുപോകല്ലോ. കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ രാവിലെ വലിയ ഒരു പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഇല്ലേ ശില്പേച്ചി? നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാവേ. അവിടെ എന്തുവാ പരിപാടി നോക്കാം. ചുമച്ച് പ്ലീസ് സൈഡ് തരൂ. ഞങ്ങൾ നേരെ അടുക്കളയിലേക്കാണ്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊക്കെ എന്തുവാന്ന് നോക്കട്ടെ. ഹലോ, നമ്മുടെ മീനുട്ടിക്കുള്ള ബനാനയാണ്. ബനാന ഏത്തക്ക വെച്ചിട്ടുണ്ട് ആവി കയറ്റാനായിട്ട്. എനിക്കിതുവരെ അറിയത്തില്ല പൂരി ഉണ്ടാക്കാൻ. അമ്മയ്ക്ക് അറിയാം, ശില്പേച്ചിക്കും അറിയാം. നമ്മുടെ പൂരി പൊങ്ങി വരുന്ന കണ്ടോ? നമ്മുടെ പൂരി പൊങ്ങി വന്ന കണ്ടോ? അതാണ് അടിപൊളി പൂരി. ഇങ്ങോട്ടിടത് ആവി വരുന്നുണ്ട്. എന്ത് കാണുമോ അമ്മേ? കൊട്ടെ, മുതിർന്ന ഭാർഗവി ഒന്ന് ചിരിച്ചേരെ. ടിവിക്കകത്ത് വരത്തില്ലയോ യൂട്യൂബിൽ? ഞാൻ നെറ്റ് TV വെക്കത്തില്ലയോ? പിള്ളേര് കാണത്തില്ലയോ? അതുപോലെ കാണാം. ഇവിടെ ഒരാള് മിസ്സിങ് ആണേ. ഓയ്, എന്ത് ചെയ്യുവോ?
എന്തുവാടെ പരിപാടി? പരിപാടി ഇങ്ങോട്ട് വാ. ഇല്ലമ്മേ കുളിക്കുന്ന. അച്ഛാ എന്തേ മിനുട്ടി? എന്തേ കുഞ്ഞിട്ട് വായി വെച്ചു. വേണോ? പൂരി വേണോ? കഴിക്കുവോ? ചെല്ലു മുത്തിയുടെ ഇത് കഴിക്ക്. യമ്മി യമ്മി. പറ. ഹായ് ഗൈസ്. രാവിലെ പോവാനായിട്ട് റെഡി ആയില്ലയോ? രാവിലെ ജോലിക്ക് രാവിലെ പോകാനായിട്ടുള്ള റെഡി ആയെല്ലാം നിൽക്കുവാണ്. തിരക്കിലായിരുന്നു, അതുകൊണ്ട് പിന്നെ എന്നെ കാണാൻ. രാവിലെ അറിയാമല്ലോ, ലീവൊക്കെ കഴിഞ്ഞ് പോവാം. അതെ, രാവിലെ തിരക്കാണല്ലോ. അപ്പൊ എന്തായാലും പോയിട്ട് വാ. ഓക്കെ ബൈ. ഓക്കെ ബൈ. അവിടം വരെ ഉള്ളു. അവിടം വരെ ഒന്ന് പോയിട്ട് അതേപോലെ തിരിച്ച് ആന്ന് പോയിട്ട് അതേപോലെ തിരിച്ചു വരിക. ഇത്ര ഉള്ളൂ പരിപാടി. പക്ഷെ അത് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കി വെക്കും. ബൈ. ഓക്കെ ടാറ്റാ. നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡേ പൂരി. ഒരു മിനിറ്റ് പോനെ. പൂരിയും കിഴങ്ങറിയും. എന്തുവാന്ന്? പയറരിയുവാന്നോ? തോരൻ വെക്കാനില്ലയോ? തോരൻ വെക്കാനുള്ള പയറരിയുന്നുണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് പോയി തേങ്ങയൊക്കെ തിരുമ്മി വെക്കട്ടെ. മിനുവേട്ടനുള്ള ചോറ് കൊടുത്തു വിടണം. അപ്പം ശില്പേച്ചി ഇപ്പോൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് കൊടുത്തു വിടണം. ഒരു 11 മണി, 1 മണിക്കൂറുണ്ട്. അതിനുള്ളിൽ നമുക്കിനി പരിപാടികളെല്ലാം ഒപ്പിക്കണം, കറികളെല്ലാം ആക്കണം. ഇപ്പോൾ സമയം 10 മണിയായി. ഇപ്പോൾ ഷഡപടിയെന്നാക്കട്ടെ. നമ്മൾ മീൻ മറക്കാൻ വെച്ചിട്ടുണ്ട്. കേരമീന. ആഹാ, അടിപൊളിയായിട്ട് വറുത്ത് വരുന്നുണ്ട്. അടുത്ത പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ തോരന് വേണ്ടിയിട്ടാണ്, പയർ തോരന് വേണ്ടിയിട്ട്. അപ്പം കടുവൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതിനകത്തോട്ട് പയർ തോരനൊക്കെ ഇട്ട് കൊടുത്തു. പയർ തോരന് അരിഞ്ഞത് എല്ലാം ഇട്ട് കൊടുത്തു. എന്താ പറയുന്നത്, അപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ കൂടുതലും അമ്മയാണ് ചെയ്ത്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അത് പിന്നെ ഉപ്പൊക്കെ ഇട്ട് അമ്മ എല്ലാം വഴറ്റി വെച്ചു. പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി, അടുത്തതായിട്ട് ചമ്മന്തിയുടെ പരിപാടിയിലായിരുന്നേ. അപ്പം ഇവിടെ മിക്ക ദിവസവും തേങ്ങ കൊണ്ടുള്ള കറികൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന ഒരു എളുപ്പപ്പണിയാണ്, രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ചിൻ്റെ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ തേങ്ങ കുറേ തിരുമ്മി വെക്കും. അപ്പം ഒരു തേങ്ങ അല്ലെങ്കിൽ 1.5 തേങ്ങ ഒക്കെ തിരുമ്മി വെക്കും. അപ്പോൾ നമുക്ക് ഷടപടേന്ന് തേങ്ങ ഉള്ളപ്പോൾ പെട്ടെന്ന് എടുത്ത് അരപ്പുണ്ടാക്കി എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചമ്മന്തി അവിടെ റെഡിയായി. അടുത്തത് നമ്മുടെ തോരനുള്ള അരപ്പമ്മ എടുക്കുന്നത്, തേങ്ങയും വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക്. അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് തോരനുള്ള പരിപാടി. അപ്പോഴത്തേക്ക് മുരിങ്ങയിലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീനുട്ടിയും ശില്പേച്ചിയൂടെ പോയി മുരിങ്ങയിലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് മീനുട്ടി അമ്മാമ്മയ്ക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പുള്ളിക്കറിക്ക് ആ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതേ അരച്ച അരപ്പും അതിനകത്തിട്ടു. അതും ഒന്നിട്ട് എന്താ പറയുന്നത്, ചിക്കി അടച്ചു വെക്കുക. കഴിഞ്ഞു അതിൻ്റെ പരിപാടി. അപ്പോഴത്തേക്ക് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുരിങ്ങയിലക്കറിക്കുള്ള പരിപാടിയായിരുന്നു അടുത്തത്. അതെന്ന് പറയുമ്പം സെയിം തന്നെ എന്താ പറയുന്നത്, അരപ്പ് സെയിം ആയിട്ട് തന്നെ നമ്മൾ എടുത്തു. നമ്മുടെ തോരൻ അരച്ച പോലെ തന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ടു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാ വീഡിയോയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് വെക്കുന്നതും ചെയ്യുന്നതും. എന്നാലും ജസ്റ്റ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്തപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാണ്ട് കുക്കിംഗ് ക്ലാസ് ഒന്നും അല്ല കേട്ടോ, ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ തോരനൊക്കെ റെഡിയായി ഇരിപ്പുണ്ട്. അടുത്ത നമ്മുടെ മുരിങ്ങയിലക്കറിക്കുള്ള അരപ്പെല്ലാം നമ്മൾ അരപ്പെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി കടുക് പൊട്ടിച്ച് കൊച്ചുള്ളി, പച്ചമുളക്,
പിന്നെന്താ പറയുക, പച്ചമുളക് നമ്മുടെ വറ്റൽ മുളക് ഉണ്ടല്ലോ, വറ്റൽ മുളകും ഒക്കെ ഇട്ട് അതൊന്ന് മൂപ്പിച്ച് അതിനകത്തേക്ക് നമ്മുടെ ഈ ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് മുരിങ്ങയില ഇടും. മുരിങ്ങയില ഇട്ട് ഇച്ചിരി അധികം നേരം നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് മുരിങ്ങയില ഇട്ടിട്ട്. അപ്പോൾ ഒന്നും കൂടെ കറിക്ക് ടേസ്റ്റ് വരും. ഇന്ന് പിന്നെ നമ്മൾ പെട്ടെന്ന് ചേച്ചിക്കൊക്കെ പോകാൻ സമയം, അതുമല്ല അമ്മയ്ക്ക് റോഡിൽ പോകണമായിരുന്നു, ബാങ്കിലൊക്കെ പോകണമായിരുന്നു. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഷടപടേന്ന് അതും അങ്ങ് ഒഴിച്ചു. അതേ കഴിഞ്ഞില്ലേ, ഇത്രേ ഉള്ളൂ പരിപാടി. തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പരിപാടികളെല്ലാം വളരെ എളുപ്പമാണ്. ഞാൻ ഇളക്കിയപ്പോൾ കുറച്ച് വെളിയിൽ പോയി കേട്ടോ. അതിനമ്മയുടെ ഇന്ന് എനിക്ക് വരക്ക് ഇന്ന് മൊത്തം നാക്കുളുക്കുവാണേ, വഴക്ക് കിട്ടി, അതിന് നല്ലപോലെ വഴക്കും കിട്ടി. അത് കഴിഞ്ഞതേ നമ്മുടെ മുരിങ്ങയിലക്കറിയും റെഡിയായി. അടുത്ത് നമ്മുടെ വിനുവേട്ടന് കൊണ്ടുപോകാനായിട്ടുള്ള ലഞ്ച് ബോക്സ് എടുക്കുകയാണ്. ചോറുണ്ട്, തോരൻ, മീൻ വറുത്തത്, മീനിൻ്റെ മുകളിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ മുരിങ്ങയിലക്കറിയും എടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ വിനുവേട്ടൻ്റെ ലഞ്ച് ബോക്സും റെഡി. പിന്നുള്ള എൻ്റെ ടാസ്ക്കാണ് ഈ കിച്ചൺ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇത് കിച്ചൺ ഫുള്ള് പാത്രമൊക്കെ ആയിട്ട് അറിയാമല്ലോ, രാവിലത്തെ പരിപാടി കഴിയുമ്പോഴത്തേക്ക് എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ ലഞ്ചിൻ്റെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് മെസ്സായിരിക്കും. പിന്നെ അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അതെൻ്റെ ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ എല്ലാ ക്ലീനിങ്ങും എല്ലാം ചെയ്തു, എല്ലാം റെഡി. നമുക്കിന്ന് ചോറ്, മുരിങ്ങയിലക്കറി, മീൻകറി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, മീൻ വറുത്തത്, തോരൻ, മാങ്ങാച്ചാറ്. അയ്യോ, ഇത് ഇത്രയും കൂടെ ചേർത്തൊരു അടിപൊളിയായിട്ട് കഴിച്ചിട്ട് വരാവേ. പറ. ഹലോ ഗൈസ്, ചാച്ചി ഒങ്ങാന് പോവാണേ. അയ്യോ, ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പാപ്പൊക്കെ കുടിച്ച് ചോറ് കഴിച്ചു. എന്തോ പാപ്പ കഴിച്ചേ? ചോറ് എന്തോ ചോറ് പാപ്പം കഴിച്ചു. ഇനി ചാച്ചി ഒങ്ങാനി പോവാണ്. ഓക്കെ ബൈ. ഇന്ന് ഇത്രയേ ഉള്ളൂ. അയ്യോ, അവിടെ നിൽക്കേ. അവിടേക്ക് അമ്മ പറയട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ ബൈ, നാളെ കാണാം. ബൈ പറ. ബൈ.